എനിക്കറിയാൻ പാലും കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചു ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളത് കൊണ്ടാ. എടാ നീ എന്റെ മൂട് കളയും. പോകാം, നീ വയ്ക്കോ, എനിക്കിതിലൂടെ പോയി. ആ പിന്നെ വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും, ഇവിടെ ഒരു കോളേജ് ലെക്ചറാണ്, കണ്ടിരുന്നു. വേണ്ട. ആ ഗുഡ് നൈറ്റ്. എന്തായി പറയുന്നേ? MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണം? വെറുതെ അല്ല, ഹൗസ് വൈഫായി. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. നിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും, ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ. ഇവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല. യു ആർ ജലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രി? ബാലു കയറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. അതില് രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസു എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുവെന്ന് കേട്ടപ്പോ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ? പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ ബാരൽ കോളയോ? എന്തായാലും ഇത് കൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേര് ഈ വരില്ല, പേടിച്ച്. ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ പറയാം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടുന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല, വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. തള്ളയുടെ ബെല്ല് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാള എടുത്തോണ്ടാ പുറത്തേക്ക് ഓടിയത്. പിടിക്കാൻ ഇന്നപ്പോ എന്നെ വെട്ടി കഴുത്തറ്റ് പോയാൻ എന്റെ. അങ്ങനെയുള്ളവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്തുകാരെ ഞെട്ടിക്കരുത്.
എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്? മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേളികി പിടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകൂ. മോളെ, എന്താ ഇത്? ഇതാണച്ചാ നമ്മുടെ ഉണ്ണെ കൊണ്ടുപോയ ദുഷ്ടൻ. മാറാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയനെ ചേർത്തേക്ക്. മോളെ, മതി, നിർത്താൻ. എന്താ പാല് കുടിക്കില്ലേ? നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ? സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഡു ഇറ്റ്. ചുണയില്ലെങ്കിൽ ആ ചുണ എന്റെ കാണ്ടിലിട്ടേക്കൂ.
ക്രൂരമായ കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ട് നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? നമ്മുടെ ഉണ്ണിയെ കൊന്നു ഇവനാ. ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്നെ തല്ലിക്കൊല്ലുന്ന ആളാ ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ.